ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല നാടൻ താറാവ് കറിയാണ്. അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ച താറാവിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഇത്രയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇറച്ചി വേവിക്കാൻ നേരം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം ഒത്തിരി ഉപ്പ് ചേർക്കണ്ട, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വാടി വരുമ്പം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ആക്കിയിട്ടില്ല, ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനിയും ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം അതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇറച്ചിയും കൂടി താറാവിറച്ചിയും കൂടി അതിൽ ചേർത്ത് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കാം. കറി ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനിയും കടുക് പൊട്ടിച്ചിടണം. അതിന് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കടുകും കറിവേപ്പിലയും ചുവന്നുള്ളിയും എല്ലാം കൂടെ താളിച്ചത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്വാദിഷ്ടമായ താറാവ് കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും
തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.